നെയ്യാറ്റിൻകര വീട്ടമ്മയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനു പുറമെ ലൈംഗിക അതിക്രമത്തിനും കേസെടുത്തു. നെയ്യാറ്റിൻകര നഗരസഭയിലെ വായ്പാ ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കും. ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലൈംഗിക അതിക്രമവും ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയത്. BNS 108, 64, 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത സലിതാകുമാരിയും ജോസ് ഫ്രാങ്ക്ലിനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കും. ആത്മഹത്യാക്കുറിപ്പ് വന്ന ദിവസം മുതൽ ജോസ് ഫ്രാങ്ക്ലിൻ ഒളിവിലാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ആത്മഹത്യ നടന്ന് 3 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനാകാതെ വലയുകയാണ് പോലീസ്. പ്രത്യേകിച്ചും ഇന്നലെ പുറത്തുവന്ന ആത്മഹത്യാക്കുറിപ്പിൽ ലൈംഗിക അതിക്രമം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് വലയുന്നത്. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര സ്വദേശി സലിതാകുമാരി വീടിനുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. നഗരസഭയിൽ നിന്നും വായ്പ ലഭ്യമാക്കുന്നതിനായി സലിതാകുമാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതായും മക്കൾക്ക് എഴുതിയ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.